നമ്മുടെ അഞ്ചാമത്തെ പ്രോബ്ലം. ലെറ്റ് R be the relation in the set 1 2 3 4 given by R equal to 1 2 2 2 1 1 4 4 1 3 3 3 3 2. Choose the correct answer from the following. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയെന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. R is reflexive and symmetric but not transitive. ഇതാണ് A എന്ന് പറയുന്ന ഓപ്ഷൻ. B എന്ന് പറയുന്നത് R is reflexive and transitive but not symmetric. C പറഞ്ഞിരിക്കുന്നത് R is symmetric and transitive but not reflexive. D പറഞ്ഞിരിക്കുന്നത് R is an equivalence relation. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമ്മട്രിക്, എന്താണ് ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഈ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് അണ്ടർലൈൻ സെറ്റ് 4 എലമെൻ്റ് ഉള്ള സെറ്റാണ് 1 2 3 4. അപ്പോൾ ആ സെറ്റിൽ 4 എലമെൻ്റ് ഉള്ളതാണ്. നമുക്കത് റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഈ റിലേഷനകത്ത് 1 1നോട് റിലേറ്റഡ് ആയിരിക്കണം, 2 2നോട് റിലേറ്റഡ് ആയിരിക്കണം, 3 3യോട് റിലേറ്റഡ് ആയിരിക്കണം, 4 4നോട് റിലേറ്റഡ് ആയിരിക്കണം. നമുക്ക് ഈ റിലേഷനകത്ത് 1 1നോട് റിലേറ്റഡ് ആണ്, 2 2നോട് റിലേറ്റഡ് ആണ്, 3 3യോട് റിലേറ്റഡ് ആണ്, 4 4നോട് റിലേറ്റഡ് ആണ്. അപ്പോൾ എല്ലാ എലമെൻറ്റും അതേ എലമെൻറ്റിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ റിലേഷൻ എന്താണ് നമ്മൾ ആൻസർ ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ഈ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. ദിസ് ഈസ് റിഫ്ലെക്സീവ് ബിക്കോസ് എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. ഓക്കെ, നൗ നമുക്ക് സിമ്മട്രി ആണോ എന്ന് നോക്കാം. സിമ്മട്രിക് റിലേഷൻ ആണോ നോക്കാം. 1 2 ഉണ്ട് ഇവിടെ, 2 1 ഉണ്ടോ? 1 2 റിലേറ്റഡ് ആണ്, 2 1നോട് റിലേറ്റഡ് ഇല്ല. അപ്പം നമുക്ക് അതാണ് റീസൺ. 1 2 റിലേറ്റഡ് ആണ്, ബിലോങ്സ് ടു R ആണ്, ബട്ട് 2 1 not an element of R, therefore not symmetric. ഈ റിലേഷൻ എന്തല്ല? സിമ്മട്രിക് അല്ല. ഇനി നമുക്ക് സിമ്മട്രിക് അല്ല അല്ലെങ്കിൽ വേറെ റീസൺ നിങ്ങൾക്ക് വേണേൽ കണ്ടുപിടിക്കാം. 1 3യോട് റിലേറ്റഡാ, പക്ഷെ 3 1നകത്തില്ല. അത് മറ്റൊരു റീസൺ ആണ്. ട്രാൻസിറ്റീവ് ആണോ നോക്കി. ട്രാൻസിറ്റീവ് ആണോ നോക്കി. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ? നമുക്ക് ഓരോന്ന് നോക്കാം. 1ന് 2നോട് റിലേഷൻ ഉണ്ട്, 2ന് പിന്നെ എങ്ങോട്ടൊക്കെ റിലേഷൻ ഉള്ളത്? 2ന് 2നോട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1ന് 2നോട് റിലേഷൻ വേണം. അത് ഇത് തന്നെ, ആ പ്രശ്നം കഴിയും. അതുപോലെ 2ന് 2നോട് റിലേഷൻ ഉണ്ട്, 2ന് 1നോട് റിലേഷൻ ഉണ്ട്. അപ്പോൾ 2ന് 2നോട് റിലേഷൻ വേണം. അത് ഇത് തന്നെ. 1 1നോട് റിലേറ്റഡ് ആണ്, 1 3യോട് റിലേറ്റഡ് ആണ്. അപ്പോൾ 1 3യോട് റിലേറ്റഡ് ആണ്. അത് ഇത് തന്നെ. 4 4നോട് റിലേറ്റഡ് ആണ്, 4നോട് റിലേഷൻ ഉള്ള ബട്ട് എലമെന്റ് ഒന്നുമില്ല. പിന്നെന്താണ്? 1 3യോട് റിലേറ്റഡ് ആണ്, 3 3യോട് റിലേറ്റഡ് ആണ്, 2നോട് റിലേറ്റഡ് ആണ്. 3 3യോട് റിലേറ്റഡ് ആയതിനാൽ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ 1 3യോട് റിലേറ്റഡ് ആയിരിക്കും. അത് ഇത് തന്നെ, ശരിയല്ലേ? അതേപോലെ 1 3യോട് റിലേറ്റഡ് ആണ്, 3 2നോട് റിലേറ്റഡ് ആണ്. അപ്പോൾ 1 2നോട് റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ റിലേഷൻ ഇവിടെ ഉണ്ടോ? 1 2നോട് റിലേറ്റഡ്. പിന്നെ ലാസ്റ്റിൽ അവിടെ കിടക്കുന്നത് 3 2 റിലേഷൻ. 2ന് ആരോടൊക്കെ റിലേഷൻ ഉണ്ട്? 2ന് 2നോട് മാത്രമേ റിലേഷൻ ഉള്ളൂ. അപ്പോൾ 3 2നോട് റിലേറ്റഡ് ആണ്, 2 2നോട് റിലേറ്റഡ് ആണ്. അപ്പോൾ 3 ആരോട് റിലേറ്റഡ് ആവണം? 2നോട്. 3 2നോട് റിലേറ്റഡ് ആണ്. അത് ഇത് തന്നെ. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. അപ്പം ഇതിന് ആൻസർ എന്താണ്? റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല? സിമ്മട്രിക് ആണ്. രണ്ടാമത്തെ ഓപ്ഷനാണ്. R is reflexive and transitive but not symmetric. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദി സെറ്റ് 1 2 3 4 5 6 എലമെൻ്റ് ഉള്ളൊരു സെറ്റ് 1 മുതൽ 6 വരെ. ആൻഡ് റിലേഷൻ ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. സെറ്റ് ഓഫ് ഓൾ AB such that B equal to A plus 1. Is reflexive, symmetric or transitive? ഈ റിലേഷൻ ഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അതോ എല്ലാം ആണോ എന്നൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ സെറ്റ് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന സെറ്റ് 1 മുതൽ 6 വരെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ റിലേഷനെ ടാബുലാർ ഫോമിൽ എഴുതാം. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് റിലേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടാബുലാർ ഫോം ഒന്ന് എഴുതാം. അത് നമുക്ക് അണ്ടർലൈൻ, ഈ പ്രോബ്ലത്തിലെ അണ്ടർലൈൻ സെറ്റ് ഒന്ന് എഴുതാം. എന്താണ് തന്നിരിക്കുന്ന സെറ്റ്? 1 2 3 4 5 6. ഈ സെറ്റാണ് തന്നിരിക്കുന്നത്. റിലേഷൻ എന്താ തന്നിരിക്കുന്നത്? R equal to set of all AB such that B equal to A plus 1.
രണ്ടാമത്തെ എൻട്രി എയേക്കാൾ ഒന്ന് കൂടുതലായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ എൻട്രി ആയിട്ട് 1 വന്നാൽ രണ്ടാമത്തത് 1+1 ആയിരിക്കും. 1+1 2 ഈ സെറ്റിലുള്ളത്. അപ്പോൾ 1 2. അടുത്ത എലമെന്റ് ഏതായിരിക്കും? 2 എടുത്താൽ 2+1 3 ആയിരിക്കും. 3 എടുത്താൽ 4 ആയിരിക്കും. 4 എടുത്താൽ 5 ആയിരിക്കും. 5 എടുത്താൽ 5+1 6 ആയിരിക്കും. 6 എടുത്താൽ നമുക്ക് കിട്ടേണ്ടത് 7 ആണ്. 7 ഈ കണ്ടീഷൻ അനുസരിച്ച് കിട്ടേണ്ട 7 ആണ്. 7-നകത്ത് എലമെന്റ് അല്ല. അപ്പോൾ ഈ റിലേഷനകത്ത് മൊത്തം ഇത്ര എലമെന്റ് വരും. അപ്പം 1 2 3 5 എലമെന്റ് ഉള്ള ഒരു റിലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ റിലേഷനാണ് നമുക്ക് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കി. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ 1 1 ഇതിനകത്ത് വേണമായിരുന്നു, 2 2 വേണമായിരുന്നു, 3 3 വേണമായിരുന്നു, 4 4 വേണമായിരുന്നു, 5 5 വേണമായിരുന്നു, 6 6 വേണമായിരുന്നു. ഇതിൽ അതൊന്നും ഇതിനകത്തില്ല. ആ ഒരു എലമെന്റ് പോലും ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം. ഹിയർ എന്താണ്? ഫസ്റ്റ് വൺ, ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ റിഫ്ലെക്സീവ് അല്ല. റീസൺ എഴുതി വെച്ചാൽ മതി. സിൻസ് 1 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. 1 1 ആറിലില്ല. നോക്കിയേ, ആറ് സിമെട്രിക് ആണോ നോക്കി. 1 2 ഉണ്ട്, തിരിച്ച് 2 1 ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും റീസൺ നിങ്ങൾ പറ. 5 6 ഉണ്ട്, 6 5 ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും റീസൺ. നമ്മുടെ രണ്ടാമത്തത്, ആർ ഈസ് നോട്ട് സിമെട്രിക്. ആർ സിമെട്രിക് അല്ല. കാരണം യെസ്, സിൻസ് 1 2 എലമെന്റ് ഓഫ് ആർ 1 2 ആറിലുണ്ട്, ബട്ട് 2 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് 2 1 ആറിൽ. റിലേഷൻ എന്തല്ല? സിമെട്രിക് ആയി. നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കി. 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ 1നോട് 3യോട് റിലേഷൻ വേണം. 1 3-നകത്തുണ്ടോ? ഇല്ല. അപ്പോൾ ആർ എന്തും അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ റീസൺ എഴുതുന്നു. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അടുത്ത റീസൺ ഈസ് സിൻസ് 1 2 അല്ലെ 1 2 ആൻഡ് 2 3. 1 2 and 2 3 belongs to R, but 1 3 is not an element of 1 3 R. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റീസൺ എടുക്കാം. 2 3 belongs to R and 3 4 also belongs to R, but 2 4 is not an element of R. So ഇതാണ് ഇതിന്റെ ആൻസർ. ആർ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിൽ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ. റിലേഷനെയാണ് ആർ എന്ന് വിളിച്ചത്. ഇൻ ആർ. ഈ ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സംഖ്യകളും, റാഷണൽ ആസ് വെൽ ആസ് ഇറാഷണൽ. ഓക്കെ, ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു, ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഫസ്റ്റ് എൻട്രി സെക്കൻഡ് എൻട്രിയേക്കാൾ കുറവായിരിക്കണോ ഈക്വലോ ആകാം. ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാം. ഹിയർ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ എന്താ? തന്നിരിക്കുന്ന റിലേഷൻ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തെ പോലെ നമ്മുടെ അണ്ടർലൈൻ സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പർ. പ്രീവിയസ് പ്രോബ്ലത്തിൽ 5 6 എലമെന്റ് ഉള്ള ഒരു സെറ്റായിരുന്നു, ഫൈനൈറ്റ് സെറ്റായിരുന്നു. സെറ്റ് ഓഫ് റിയൽ നമ്പർ ഇൻഫിനിറ്റ് ആണ്. ഒരു നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സംഖ്യകളും, റാഷണൽ ആസ് വെൽ ആസ് ഇറാഷണൽ. ഓക്കെ, സോ ആ ഇൻഫിനിറ്റ് സെറ്റിലാണ് നമുക്ക് സെറ്റ് റിഫ്ലെക്സീവ് ആണെന്ന് പറയേണ്ടത്, ട്രാൻസിറ്റീവ് ആണെന്ന് പറയേണ്ടത്, സിമെട്രിക് ആണെന്ന് പറയേണ്ടത്. അപ്പം നമുക്ക് ജനറലായിട്ട് എല്ലാ എലമെന്റിനും ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ റിഫ്ലെക്സീവ് ആണ്. നിങ്ങൾക്കറിയാം ആർ റിഫ്ലെക്സീവ് ആണ്. കാരണം എന്താണ്? സിൻസ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. സെറ്റ് ഓഫ് റിയൽ നമ്പറിലുള്ള എല്ലാ റിയൽ നമ്പറും ആ നമ്പറിനോട് തന്നെ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു ആയി.
അല്ലേ? എല്ലാ നമ്പറും അതിനോട് ഈക്വലാണ്. അപ്പോൾ ഇവിടെ ലെസ് എന്നുള്ളത് വേണ്ട, ഈക്വൽ. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ എഴുതാം. അപ്പം അതിനർത്ഥം എന്താണ്? എ ലെസ് ദാൻ കൊടുത്തിട്ട് ബി ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓൾറെഡി വേറെ റിലേഷനിൽ പറയാം. അപ്പോൾ എ ലെസ് ദാൻ കൊടുത്തിട്ട് എ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എ ബിലോങ്സ് ടു ആർ ആയിരിക്കും ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ആറിൽ എല്ലാ എലമെന്റും അതിനോട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ആർ എന്താണ്? ആർ ഈസ് റിഫ്ലെക്സ്. ആർ ഈസ് റിഫ്ലെക്സ്. ദാറ്റ്സ് എ റീസൺ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ട്രാൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ സിമെട്രിക് ആണോ എന്ന് നോക്കാം. ആ രണ്ട് കാര്യങ്ങളൂടെ നോക്കാം. സിമെട്രിക് ആണോ? സിമെട്രിക് അല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആർ ഈസ് നോട്ട് സിമെട്രിക്. ഒരു പ്രോപ്പർട്ടി ശരിയല്ല എങ്കിൽ അല്ലെങ്കിൽ തെറ്റാണ് എന്ന് നമുക്ക് കാണിക്കാൻ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ശരിയാണെന്ന് കാണിക്കാൻ ജനറലായിട്ട് കാണിക്കും. ശ്രദ്ധിക്കാം, എന്താണ് ആറ് സിമെട്രിക് അല്ലാത്തതിൻ്റെ റീസൺ? നിങ്ങൾ നോക്കി, 1 ലെസർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ശരിയല്ലേ? ബട്ട് 2 ഒന്നിനേക്കാൾ കുറവാണ്? അല്ല. കുറവ് ഈക്വൽ ആണ്? അല്ല. അപ്പം അതിൻ്റെ അർത്ഥം 1 to നമ്മൾ റിലേഷനിൽ എടുത്താൽ പക്ഷേ 2-1 ആറിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ആർ ഈസ് നോട്ട് സിമെട്രിക്. സിൻസ് 1 ലെസ് ദാൻ ഓർ 2 ആണ്, ബട്ട് 2 നോട്ട് ലെസ് ദാൻ ഓർ 1 ആണ്. അതേ റീസൺ ആയതുകൊണ്ട് 1 to ആറിലുണ്ട്, പക്ഷേ 2-1 ആറിലില്ല. അതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ എല്ലായ്പ്പോഴും ട്രാൻസിറ്റീവ് ആയി. നമുക്കത് എഴുതി നോക്കാം. അപ്പം ഹിയർ ആർ ഈസ് ട്രാൻസിറ്റീവ്. റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. എ ബിയും എ ബിയോട് റിലേറ്റഡ് ആണെന്നും ബി സിയോട് റിലേറ്റഡ് ആണെന്നും നമ്മൾ എടുത്തു. നമുക്ക് എ സിയോട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എ ബിയോട് റിലേറ്റഡ് ആയതുകൊണ്ട് റിലേഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എ ബി ആറിൽ വന്നാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ ഇതിനർത്ഥം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് രണ്ടോടെ നോക്കി കമ്പൈൻ ചെയ്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയും ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പോൾ ആ ബി അങ്ങ് മാറ്റിയാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തപ്പം ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ എന്ന് എടുത്തപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ. അപ്പോൾ whenever we take AB belongs to R and BC belongs to R, we will arrive at the conclusion AC also belongs to R. That's why we say R is transitive. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിയും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത പ്രോബ്ലം, ഷോ ദാറ്റ് ദ റിലേഷൻ R in the set Z of integers given by R equal to set of all AB such that 3 divides A minus B is an equivalence relation. ഇത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറയാൻ റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, സിമെട്രി ആണെന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടെ റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ആറിൽ വരണമെങ്കിൽ അവരുടെ ഡിഫറൻസ് അതിനെ 3 ഡിവൈഡ് ചെയ്യണം. 3 ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ മാത്രം എ ബി എന്ന് പറയുന്ന ഓർഡേഡ് പേർ ആർ വരും. നമ്മുടെ ഇവിടുത്തെ അണ്ടർലൈൻ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ് ഇസഡ്. അതെന്തൊരു സെറ്റാണ്? ഇൻഫിനിറ്റ് സെറ്റാണ്. ഓക്കെ, സോ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് എഴുതി വെക്കാം. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് 3 ഡിവൈഡ്സ് എ മൈനസ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. അപ്പോൾ ഈ റിലേഷനാണ് നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന്, സിമെട്രി ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്നൊക്കെ പറയണം അല്ലേ? റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ അത് എയോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. എയോട് റിലേറ്റഡ് ആകാനുള്ള കണ്ടീഷൻ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. എയോട് റിലേറ്റഡ് ആവണമെങ്കിൽ എ മൈനസ് എയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം അല്ലേ? ഇപ്പോൾ എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്ര? 0 ആണ് അല്ലേ? 3 കൊണ്ട് 0 ഡിവൈഡ് ചെയ്യാവോ? ചെയ്യാം. ഏത് നമ്പർ കൊണ്ടും 0 ഡിവൈഡ് ചെയ്യാം. ആൻസർ 0 ആണെന്നേ അല്ലേ? അപ്പോൾ അതുകൊണ്ട്
എ മൈനസ് എ എന്ന് പറയുന്നത് 0 ആണ്. നമുക്കൊന്ന് വെറുതെ ഔട്ട്ലൈൻ എഴുതി നോക്കാം, പിന്നെ ആൻസർ ചെയ്യാം അല്ലേ. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. ആൻഡ് ഇന്ന് മാത്രമല്ല, ആൻഡ് 3 ഡിവൈഡ്സ് എ മൈനസ് എ ഈക്വൽ ടു 0. 3 ആരെ ഡിവൈഡ് ചെയ്യുന്നു? എ മൈനസ് എ 0 ഡിവൈഡ് ചെയ്യും. ഫോർ ഓൾ എ ബിലോങ്സ് ടു സിമിട്രിയുള്ള എല്ലാ എയും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. സിമിട്രി ആണ്. സിമിട്രി ആണെങ്കിൽ നമുക്ക് എ ബി ആറിൽ നിന്ന് എടുത്താൽ ബി എയും ആറിലുണ്ടെന്ന് കിട്ടും. എ ബി ആറിൽ നിന്ന് എടുത്താൽ എന്താണ് അതിന്റെ മീനിങ്? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ദാറ്റ് മീൻസ് 3 ഡിവൈഡ്സ് എ മൈനസ് ബി. ദാറ്റ് മീൻസ് 3 കൊണ്ട് എ മൈനസ് ബി ഡിവൈഡ് ചെയ്യാമെങ്കിൽ ദാറ്റ് മീൻസ് 3 ഡിവൈഡ്സ് മൈനസ് ഓഫ് എ മൈനസ് ബി. ശരിയല്ലേ? എ മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ അതിന്റെ നെഗറ്റീവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 3 ഡിവൈഡ്സ് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ബി മൈനസ് എന്നാണ്. ശരിയല്ലേ? അപ്പോൾ 3 കൊണ്ട് ബി മൈനസ് എ ഡിവൈഡ് ചെയ്യാമെങ്കിൽ എ മൈനസ് ബി, 3 കൊണ്ട് എ മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ എ ബി ആറില്ല. അപ്പോൾ ബി മൈനസ് എ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബി എ belongs to R. So whenever we take AB belongs to R, we will get BA also belongs to R. So R is symmetric. അപ്പോൾ റിഫ്ലെക്സീവ് ആയി സിമെട്രിക്. എന്ത് നമുക്ക് നോക്കിയാൽ മതി? ട്രാൻസിറ്റീവ് ആണ്. എങ്ങനെ ട്രാൻസിറ്റീവ് നോക്കുന്നത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് എ ബി ആൻഡ് ബി സി belongs to R. Our aim is to prove AC also belongs to R. AC യും A യിൽ ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So AB belongs to R means 3 divides A minus, and BC belongs to R means 3 divides B minus. So here 3 divides A minus B and also 3 divides B minus. A minus B യും 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, B minus C യും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മിനെ ഡിവൈഡ് ചെയ്യത്തില്ല. So therefore 3 divides A minus B plus B minus. What is this? A minus B plus B minus C is nothing. B cancel ആയിപ്പോ A minus. So 3 divides A minus. That means AC also belongs to R. അതാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴെല്ലാം എ ബിയും ബി സിയും ആറിലെടുത്താലും എ സി നമുക്ക് ആറിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആർ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇനി ഇപ്പം നമുക്കിത് പ്രോബ്ലം എന്ന് പറയാം, ആൻസർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ ആർ. ഇസഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റിജറിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി ആർ റിഫ്ലെക്സീവ് ആണ്. ആർ ഈസ് ഫസ്റ്റ് വൺ, ആർ ഈസ് റിഫ്ലെക്സീവ്. The reason is this: since A minus A equal to 0 and 3 divides A minus A for all A belongs to Z. That means AA belongs to R for all A belongs to Z. So that means R is reflexive. Second one, R is symmetric. Okay, how to prove symmetry? So let AB belongs to R. That means 3 divides A minus. That means 3 divides minus of A minus. That means 3 divides B minus. That means BA also belongs to R. So AB belongs to R means BA also belongs to. That means R is symmetric. Now the third one is R is symmetric. Sorry, the third one is R is transitive. Third one, R is transitive. Okay.
For that, let AB and BC belong to R. That means 3 divides A minus B because AB belongs to R and also BC belongs to R. That means 3 divides B minus. That means 3 divides A minus B and 3 divides B minus B means 3 divides is A minus B plus B minus. അതിന്റെ സമ്മിനെ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യും. നമുക്ക് പക്ഷേ ഇങ്ങനെ ആവേണ്ട. That means 3 divides B cancelled, so we will get A minus. 3 divides A minus C means by the definition of R we can say AC belongs to R. That's why we say R is transitive. Therefore R is reflexive, symmetric and also transitive. Therefore we can say R is an equivalence relation on Z. സെഡിലാണ് ഇക്വലൻസ് റിലേഷൻ. നമ്മുടെ അണ്ടർലൈൻ സെറ്റ് ഇസഡായി. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി റിലേഷൻസ് ഇക്വലൻസ് ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഈ സെഡിൽ എ ബി 3 ഡിവൈഡ്സ് എ മൈനസ് ബിക്ക് പകരം 2 ഡിവൈഡ്സ് എ മൈനസ് ബി, ഓൾസോ 4 ഡിവൈഡ്സ് എ മൈനസ് ബി, 5 ഡിവൈഡ്സ് എ മൈനസ് ബി, അങ്ങനെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇതേപോലെ തന്നെ ഇക്വലൻസ് റിലേഷനായി മാറും. അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിപ്പോൾ 3 ഡിവൈഡ്സ് എ മൈനസ് ബി എന്നോ 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം.